വൈക്കം മുഹമ്മദ് ബഷീർ. എല്ലാവർക്കും നമസ്കാരം. ജൂലൈ 5 ബഷീർ ദിനം. മലയാള സാഹിത്യത്തിന് അതുല്യ സംഭാവനകൾ നൽകിയ ജനപ്രിയ എഴുത്തുകാരനായിരുന്നു വൈക്കം മുഹമ്മദ് ബഷീർ. അദ്ദേഹം ബേപ്പൂർ സുൽത്താൻ എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്നു. 1908 ജനുവരി 21 കോട്ടയം ജില്ലയിലെ വൈക്കത്തിനടുത്തുള്ള തലയോലപ്പറമ്പിൽ ബഷീർ ജനിച്ചു. സ്കൂൾ പഠനകാലത്ത് തന്നെ സ്വാതന്ത്ര്യ സമര പ്രക്ഷോഭങ്ങളുടെ ഭാഗമായി ഉപ്പ് സത്യാഗ്രഹത്തിൽ പങ്കെടുത്തു ജയിൽവാസം അനുഷ്ഠിച്ചു. പിന്നീട് 9 വർഷക്കാലം ഇന്ത്യ ഒട്ടാകെ സഞ്ചരിച്ചു. ആഫ്രിക്കയും അറേബ്യയും ബഷീറിന്റെ സഞ്ചാര ഭൂപടത്തിൽ ഇടം നേടി. വിവിധ തൊഴിലുകളിൽ ഏർപ്പെട്ടു. നിരവധി ഭാഷകൾ സ്വായത്തമാക്കി. ധാരാളം അനുഭവത്തോടെ കേരളത്തിൽ മടങ്ങിയെത്തി സാഹിത്യരചനകളിൽ മുഴുകി. തന്റെ ജീവിതാനുഭവങ്ങളാണ് തന്റെ രചനകൾക്ക് മുതൽക്കൂട്ടായതെന്ന് ബഷീർ അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. തന്റെ ആദ്യ നോവലായ പ്രേമലേഖനത്തിലൂടെ തന്നെ മലയാള സാഹിത്യ ലോകത്ത് ബഷീർ വരവറിയിച്ചു. അതുവരെ കണ്ടു പരിചയിച്ചിട്ടില്ലാത്ത ഒരു രചനാശൈലി ബഷീർ മുന്നോട്ട് വച്ചു. സാധാരണക്കാരുടെ ജീവിതവും പ്രണയവും വിരഹവും പരുക്കൻ ജീവിത യാഥാർത്ഥ്യങ്ങളും ഒക്കെ തന്നെ ഹാസ്യത്തിന്റെ മേമ്പടിയോടെ ലളിതമായ ഭാഷയിൽ അദ്ദേഹം അവതരിപ്പിച്ചു. ഒന്നും ഇമിണി ബല്യ ഒന്ന്, വെളിച്ചത്തിന് എന്ത് വെളിച്ചം, ആന വീമ്പ് തുടങ്ങിയ ബഷീർ ഡയലോഗുകൾ ഇന്നും ജനപ്രിയമായി തുടരുന്നു. സ്വയം വിമർശനത്തോടൊപ്പം സാമൂഹിക വിമർശനവും ബഷീറിന്റെ രചനകളിൽ ഇടം നേടി. ബഷീറിന്റെ കഥകൾ വായിക്കുമ്പോൾ തന്നെ അതിലെ കഥാപാത്രങ്ങളും പശ്ചാത്തലവും നമ്മുടെ മനസ്സിനോട് വളരെയധികം ഇഴുകിച്ചേരുന്നു. അനിർവചനീയമായ അനുഭൂതി ബഷീർ കഥകൾ നമുക്ക് സമ്മാനിക്കുന്നു. ബഷീറിന്റെ പ്രകൃതി സ്നേഹം എടുത്തു പറയേണ്ടതാണ്. അതിന് ഏറ്റവും നല്ല ഉദാഹരണം ഭൂമിയുടെ അവകാശികൾ എന്ന കഥ തന്നെ. സകല ജീവജാലങ്ങൾക്കും ഈ ഭൂമിയിൽ തുല്യ അവകാശമാണ് ഉള്ളതെന്ന സന്ദേശം ഈ കഥയിലൂടെ ബഷീർ സമൂഹത്തിന് നൽകി. പൂക്കളും പുഴുക്കളും ചിത്രശലഭങ്ങളും ഒക്കെ തന്നെ ബഷീർ കൃതികളിലെ കഥാപാത്രങ്ങളായി മാറി. ബഷീറിന്റെ കഥകൾ വായിക്കുമ്പോൾ തന്നെ അതിലെ കഥാപാത്രങ്ങളും പശ്ചാത്തലവും നമ്മുടെ മനസ്സിനോട് വളരെയധികം ഇഴുകിച്ചേരുന്നു. എത്ര സംവത്സരങ്ങൾ കഴിഞ്ഞാലും വായനക്കാർക്ക് പുത്തൻ അനുഭവങ്ങൾ സമ്മാനിച്ചുകൊണ്ട് ബഷീർ കൃതികൾ അനശ്വരമായി നിലനിൽക്കും. ഈ ലോകത്തോട് വിട പറഞ്ഞ് 2.5 പതിറ്റാണ്ടിനിപ്പുറവും ബഷീറും അദ്ദേഹത്തിന്റെ കൃതികളും ഇന്നും നിരന്തരം ചർച്ചയ്ക്ക് വിധേയമാകുന്നു. കാരണം ബഷീർ എന്ന എഴുത്തുകാരനും അദ്ദേഹത്തിന്റെ സൃഷ്ടികളും വായനക്കാരുടെ ഹൃദയത്തിൽ അത്രമേൽ ആഴത്തിൽ പതിഞ്ഞിരിക്കുന്നു. 1994 ജൂലൈ 5 ബഷീർ അന്തരിച്ചു. മലയാളത്തിന്റെ സുൽത്താൻ വൈക്കം മുഹമ്മദ് ബഷീറിന് ഈ ഓർമ്മ ദിനത്തിൽ പ്രണാമം അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.